അടുത്ത ഒരു കളർ ടോൺ ഒരു കോഫി ബ്രൗൺ കോപ്പർ ആ ഒരു കോംബോ ആണ്. വീണ്ടും ഒരു വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ കളർ. നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്രൗണി കോഫി ബ്രൗൺ തന്നെ പിടിച്ച് ഒരു ഫുൾ സ്ലീവ് ബ്ലൗസോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല എലഗന്റ് ആ ഒരു ബനാറസിയുടെ വീവ് പാറ്റേൺ ആണ് ബോർഡറിലോട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് എല്ലാം കൂടെ ജൂവൽ നെക്ക്. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് ജൂവൽ നെക്ക്, സ്ലീവ് കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ട് പാറ്റേൺ ഒന്നും അധികം കൊടുക്കാതെ തന്നെ ആ ഒരു സിംപ്ലിസിറ്റി കീപ്പ് ചെയ്താൽ റിച്ച് ആണ്. അതെ അതെ, ഒരു കളർ കോമ്പിനേഷൻസ് അതുപോലെ തന്നെ. ഇപ്പം നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ കുറച്ച് അത്യാവശ്യം ഹെവി ആവാതെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാരി എന്നാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ബ്ലൗസ് പീസും അതോടൊപ്പം തന്നെ കൂടെ വരുന്ന മാച്ചിങ് ആണ്. കണ്ടോ, നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നനുസരിച്ചിരിക്കും. യങ്സ്റ്റേഴ്സിനാണെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും രീതി അങ്ങനെയായിട്ട് പിൻ ചെയ്തിട്ട് പിന്നൊക്കെ ചെയ്ത് ഡ്രേപ്പിംഗ് ആയാലും വേണമെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കാം. അങ്ങനെ ഒരു രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് വേറെ ചെയ്യാം. അടുത്തത് ഈ ഒരു പീച്ച്, ഒരു സാൽമൺ പീച്ച് ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. ഇതിൽ വരുമ്പോഴേക്കും ഒരു സിൽവറിഷ് ലൈറ്റ് ഗോൾഡ് കളറിലോട്ടാണ് സെറി ത്രെഡ് വർക്ക് വരുന്നത്. പല്ലു പോർഷൻ നല്ല റിച്ച് ആയിട്ട് ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നു. രണ്ടും ഇപ്പൊ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് രണ്ട് കളറിനെ പെയർ ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളറില് നമുക്ക് അതെ അതെ അത്ര സെയിം യൂണിഫോം പോലെ വേറെ ചെയ്യണത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യാറില്ല. ഒരു ചെറിയ എന്തെങ്കിലും ട്വിസ്റ്റോ കളർ വ്യത്യാസമോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ സിസ്റ്റേഴ്സിനോ അമ്മമാർക്ക് ആന്റിമാർക്കൊക്കെ വേറെ വരുന്നത്. വീണ്ടും നമുക്കൊരു മാമോദീസ പോലുള്ള ഒരു ഒക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ചർച്ച് വെയർ ആയിട്ട് ഒരു സിൽവർ കളർ കോംബോ ആണ്. ഓഫ് വൈറ്റ് ടു സിൽവർ. അതെ, ഞാൻ ഈ സാരി ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പം റോസും ആണ് ഇത് സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ നീ ഇപ്പൊ ഒരു യങ്സ്റ്റർ ആണ്, പല രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിന് സ്റ്റൈൽ ചെയ്യും. മമ്മിയാണെങ്കിൽ ഇങ്ങനെ വൺ സൈഡ് ഇതുപോലെ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ ഒരു കളർ, ഒരു കോംപ്ലിമെന്ററി കളർ കയറ്റാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. ഒരു എമറാൾഡ് ഗ്രീൻ പോലത്തെ ഒരു കളറൊക്കെ ഇതിന്റെ കൂടെ കയറും. ജ്വല്ലറിയും അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് പോകണം. ഇതിപ്പോ ഇച്ചിരി ഓവർ ആയിട്ട് കൊടുത്ത് താത്തി കൊടുത്തിട്ട് ഒരു ഹൈ കോളറിനൊക്കെ ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ഇട്ടിട്ട്, അല്ലെങ്കിൽ സെയിം ടോണിലുള്ള ബ്ലൗസ് ഇട്ടിട്ട് ഗ്രീൻ കളർ ജ്വല്ലറി കുന്തൻ പോലെയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ചോക്കർ പോലെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് ബാഗ് അങ്ങനെയൊക്കെ ഒരു ഇച്ചിരി മോഡേൺ രീതിയിൽ സ്റ്റൈൽ ചെയ്ത ഒരു കോംപ്ലിമെന്ററി കളർ ഇതിന്റെ കൂടെ കേറുമ്പോ നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു ഇത് കേറുമ്പോ സിൽവറിന്റെ കൂടെ എമറാൾഡ് അടിപൊളിയായിരിക്കും. അതോടൊപ്പം റൂബി നല്ലതായിരിക്കും. റൂബി അതൊക്കെ നല്ല രസമായിരിക്കും. എടുത്ത് തെറിച്ച് നിൽക്കുന്ന കളറുകളെ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് കയറ്റിയാൽ നല്ലതായിരിക്കും. അടുത്തത് പറയൂ. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലോട്ട് വരുന്നതാണ്. ഇതിൽ ഒരു സെറി ത്രെഡ് വരുമ്പോഴേക്കും ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. റോസ് ഗോൾഡ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ ആണ്. പല്ലു ഇതുപോലെ നല്ല പ്രിട്ടി ആയിട്ട് ഇങ്ങനെ വരുന്നു. നല്ല റോയൽ ആണ് എല്ലാ സാരീസും. സാരീസ് എല്ലാം തന്നെ ബിലോ 10,000 ആണ്. 9,000 to 10,000 ആണ്. ഓരോ പാറ്റേണിനും ഒരേ റേറ്റ് ആണ്. അതിന്റെ ഒരു റോയൽറ്റി സാരിയിൽ കാണാനും ഉണ്ട്. ഓർഗൻസ ടിഷ്യൂ ആണ്. ആ ഒരു അധികം കോമൺ അല്ലാതെ വളരെ മാസ്റ്റർ പീസ് ആയിട്ട് വരുന്ന കുറച്ച് മാസ്റ്റർ വീവേഴ്സിന്റെ കയ്യിൽ നിന്നും വരുന്ന മാത്രം കളക്ഷനാണ് ഇത്. ഒരുപാട് അങ്ങനെ ഒരുപാട് കടകളിലേക്ക് അത്ര അങ്ങോട്ട് കോമൺ അല്ലാതെ വളരെ പ്രീമിയം ഒരു കാറ്റഗറിയിൽ എന്നാൽ ബജറ്റ് റേഞ്ചും ആണ്. അടുത്ത ഒരു കളർ ടോൺ വരുന്നത് വീണ്ടും നമുക്കൊരു സേജ് ഗ്രീൻ ആ ഒരു കളറിലോട്ട്, പിന്നെ ഒരു പൗഡർ ബ്ലൂ കയറുന്നുണ്ടോ? ഒരു ഗ്രീനിന്റെ ഒരു ടിന്റ് ആണ് കൂടുതൽ. ഗ്രീൻ മിക്സ്ഡ് ഒരു ഗ്രേ അങ്ങനത്തെ ഒരു കളേഴ്സിന്റെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. ബോഡിയിൽ ഇത്തവണ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ത്രെഡ് വർക്കിൽ വരുന്നത്. ഓൾ ഓവർ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആണ്.
നല്ല ഭംഗിയുണ്ട്. പല്ലു ഇതുപോലെയൊക്കെ വന്നിട്ട് ബ്ലൗസ് ഈ ഒരു ഫ്ലോറൽ ബുട്ടാസ് ആണ്, ചെറിയ ചെറിയ ബുട്ടാസ് ആണ് വരുന്നത്. പല്ലു നല്ല റിച്ചാണ്. അതോടൊപ്പം ബ്ലൗസ് പീസും ഇതാ ഇങ്ങനെ ബ്രൊക്കേഡ് പോലെ ആ ഒരു ബനാറസി പ്യുവർ. നെക്സ്റ്റ് അടുത്ത റോസുവിന്റെ കളറും ഈ സെയിം ഡിസൈൻ തന്നെ, ഏകദേശം ഡിസൈൻ വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട്. ആ അതെ, കുറച്ച് വ്യത്യാസമുണ്ട്. നല്ലൊരു മുഗൾ ഇൻസ്പയർഡ് പോലത്തെ ഒരു വൈബ്, നല്ല രസം. അത് ഈ ബനാറസി വർക്കുകൾക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു മുഗൾ ഇൻസ്പയർഡ്. പല്ലു ഇതുപോലെ വരുന്നു. നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിന്റെ ഒരു ചിൻറ്റാണ് വരുന്നത്. സിൽവർ പ്ലസ് പേർപ്പിളിന്റെ ഒരു മിക്സ് ആയിട്ടാണ് ബോഡി പോർഷനിൽ വരുന്നത്. കരയിലേക്ക് ആ ഒരു പേർപ്പിൾ ഷെയ്ഡ് കയറി വരുന്നുണ്ട്. ബ്ലൗസ് പീസും മാച്ചിങ് ആണ്. 9236 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ലതായിട്ട് അതെ, വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളർ. അതെ, ലൈറ്റ് വെയിറ്റും ആണ്. അടുത്ത ഒരു കളർ ടോൺ വരുന്ന ബേസ് കളർ ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് ഷെയ്ഡ്. ബോഡി ഇങ്ങനെ വരുന്നു. ഒരു റോസ് ഗോൾഡ് ആണ് ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ജെറി പോയിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് കണ്ടിട്ട് തന്നെ ഭയങ്കര വളരെ നല്ല ബ്ലൗസ് പീസ്. നല്ല ഫ്ലോയി ആണ് ഈ മെറ്റീരിയൽ. ആ ഒരു ചെറിയ ബേസ് കളർ എടുത്ത് കാണുന്ന ലൈറ്റ് ഓണിയൻ പിങ്കിന് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അയ്യോ, ഇതങ്ങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്കൊരു ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു റോസ്. ഇനി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ. ഈ സാരി ഇപ്പൊ 2D ആണ്. ഇനി ഇതിലേക്ക് 4D വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. എന്നെ കളർ സൺസെറ്റ് ഒക്കെ പോലെ സൺസെറ്റ് ഇൻസ്പയർഡ് കളേഴ്സ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇതിലും ഏകദേശം ഒരു 4 കളറിന്റെ റിപ്പീറ്റേഷൻ ആണ്. അതെ, ഒരു പിങ്ക്, ഓറഞ്ച്, പീച്ച് അതൊക്കെ ഐവറി ഷെയ്ഡാണ്. പല്ലു ഇതുപോലെ വരുന്നു. പല്ലുവിന് ടാസൽ ഉണ്ട്. പ്ലെയിൻ ബ്ലൗസ് പീസ്. സിംഗിൾ കളറാണ് ബ്ലൗസ് പീസ്. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സാരീസാണ്. ഏറ്റവും പുതിയൊരു സാരീസിന്റെ കളക്ഷൻസ് ആണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചത്. എന്തൊക്കെ തോന്നി? നല്ല ഭംഗിയുള്ള സാരീസ് ആണ്. നല്ല ക്ലാസ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരി കോമ്പിനേഷൻസ് ആണ് ഇന്നെല്ലാം വന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ DM ചെയ്യുക. ആ ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഇത് ഏറ്റവും പ്രത്യേകത 10,000 ബിലോ ആണ് പ്രൈസ് റേഞ്ച്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസിലേക്കും ആ ഒരു സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. അപ്പം എല്ലാവരും തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. എടപ്പള്ളിയിലും ഉണ്ട്, അങ്കമാലിയിലും ഉണ്ട്. എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.